അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ജനറൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വെൻ ഇൻകം ടാക്സ് വാസ് ലെവീഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ് ടൈം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് ഇയറിലാണ്? ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1860-ലാണ്, 1860. ദെൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ് വരിക. ദെൻ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് ഫിക്സ്ഡ് അണ്ടർ. ഇൻകം ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫിനാൻസ് ആക്ട് പ്രകാരമാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ മെനി ഹെഡ്സ് ഓഫ് ഇൻകം ആർ ദർ ടു കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ എസ്എസ്സി? നമ്മൾ ഒരു എസ്എസ്സിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാറുണ്ട് അല്ലെ? അത് എത്ര ഹെഡ്സ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാറുള്ളത്? ഓപ്ഷൻ സി 5 ആണ് ആൻസർ. 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. നമുക്കറിയാം, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ദെൻ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ദെൻ നെക്സ്റ്റ്, ദ പ്രസന്റ് ഇൻകം ടാക്സ് ആക്ട് ഈസ് നോൺ ആസ്. ഇപ്പോൾ നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻകം ടാക്സ് ആക്ട് 1961. The next one, the period of 12 months commencing on the first day of April every year is known as. എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതി കമൻസ് ചെയ്യുന്ന 12 months 12 മാസ പീരീഡിനെ നമ്മൾ എന്താണ് ഇൻകം ടാക്സിൽ പറയുന്നത് അല്ലേ? എന്താ, നമ്മൾ ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയുള്ള 12 മാസ പീരീഡിന് പറയുന്ന പേര് ഇൻകം ടാക്സിൽ അസസ്മെന്റ് ഇയർ എന്നാണ് പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തിന് പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലെ? ദ നെക്സ്റ്റ് വൺ, ദ ഡെഫിനിഷൻ ഓഫ് ഇൻകം ഈസ്. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂസീവ് എന്നാണ് അതിന്റെ ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1961 ആണ് ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ടേം ദ പ്രീവിയസ് ഇയർ മീൻസ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അസസ്മെന്റ് ഇയർ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ നെക്സ്റ്റ്, ഇൻകം ടാക്സ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ. ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്തിന്റെ മുകളിലാണ്? ക്യാപിറ്റലിന്റെ മുകളിലാണോ? ദ നെക്സ്റ്റ്, ബി ഫിക്സഡ് അസറ്റ്, സി ഇൻകം, ഡി ബിസിനസ് ഗെയിൻ. ഓപ്ഷൻ സി ഇൻകം ആണ് അല്ലെ? ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇൻകത്തിന്റെ മുകളിലാണ്. ദെൻ ദ പീരീഡ് ഓഫ് ദി അസസ്മെന്റ് ഇയർ ഈസ്. അസസ്മെന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1st April to 31st March വരെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ ആയിട്ട് കാണിക്കുന്നത് അല്ലെ? ദ നെക്സ്റ്റ് വൺ, ഇൻകം ടാക്സ് ഈസ് ലെവിഡ് ഓൺ ദോസ് ഇൻഡിവിജ്വൽസ്. ഓപ്ഷൻ എ, whose income is less than the exempted limit in any the previous year. പ്രീവിയസ് ഇയറിൽ എക്സംപ്റ്റഡ് ലിമിറ്റിന്റെ താഴെ വരുമ്പോഴാണോ ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത്? Then B, whose income is more than the exempted limit in any previous year. പ്രീവിയസ് ഇയറിൽ എക്സംപ്റ്റഡ് ഇൻകത്തിന്റെ എക്സംപ്റ്റഡ് ലിമിറ്റിന്റെ മുകളിൽ വരുന്ന ഇൻകത്തിനെയാണോ? Then C, whose income is up to 2,45,000 in any previous year. ഇനി 2,45,000 വരെയുള്ള ഇൻകത്തിനാണോ? Then whose income is up to 2,50,000 in any previous year. 2,50,000 വരെയുള്ള ഇൻകത്തിനാണോ ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത്? ഇവിടെ ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്, whose income is more than the exempted limit in a previous year. പ്രീവിയസ് ഇയറിൽ നമുക്ക് ഇൻകം ടാക്സിൽ പറയുന്ന എക്സംപ്റ്റഡ് ലിമിറ്റ് ഉണ്ടാവും. 2,50,000 ആണെങ്കിൽ 2,50,000. നമ്മൾ ഏജ് നോക്കിയിട്ടാണ് നമ്മളത് നോക്കുന്നത് അല്ലെ? നമ്മൾ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം എക്സംപ്റ്റഡ് ലിമിറ്റിന്റെ മുകളിൽ വരുന്ന ഇൻകത്തിനാണ് എന്ത് കൊടുക്കേണ്ടത്? അതിനാണ് ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത്, ഇൻകം ടാക്സ് ഈടാക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, ഇൻകം ടാക്സ് വാസ് ലെവിഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ് ബൈ ദ ഫോളോയിങ്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ലെവീഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ് ബൈ ദി ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ എ, ജെയിംസ് വിൽസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ,
Next one, income tax department works under. Income tax department work ചെയ്യുന്നത് ആരുടെ അണ്ടറിലാണ്? ഓപ്ഷൻ സി, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, CBDT യുടെ കീഴിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. Then under the income tax act, person means, income tax act പ്രകാരം person എന്ന് പറയുന്നത്, then option D, all of these ആണ് വരിക. ഇൻഡിവിജ്വൽസ്, കമ്പനി, AOP, BOI, ഫേം ഒക്കെ നമ്മൾ പേഴ്സൺ ആയിട്ടാണ് ഇൻകം ടാക്സിൽ പറയാം. ഓക്കെ. ദെൻ സം ഓഫ് വേരിയസ് ഹെഡ്സ് ഓഫ് ഇൻകം ഈസ് കോൾഡ്, നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പറഞ്ഞിരുന്നു അല്ലെ, ആ 5 ഹെഡ്സിനെ നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചർ ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ഇൻകം? താഴെ പറയുന്നവയിൽ ഏതാണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ, income from interest on a simple mortgage of land used for agricultural purpose. അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ള മോർട്ടഗേജ് ലാൻഡിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ്, പണയപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പക്ഷെ ആ ഭൂമി അഗ്രികൾച്ചർ പർപ്പസിനാണ് യൂസ് ചെയ്തത്, അത് അഗ്രികൾച്ചർ ഇൻകം ആണോ അല്ലേ? നെക്സ്റ്റ്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്നും കിട്ടുന്ന ഇൻകം. Then amount of compensation received from insurance company. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ദ ലോസ് ഓഫ് ക്രോപ്പ് ഡ്യൂ ടു ഫ്ലഡ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിട്ടുള്ള ക്രോപ്പിന് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുള്ള കോമ്പൻസേഷൻ, കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ. Then price from the government on account of higher yield. ഹയർ ഹീൽഡിന് ഗവൺമെന്റ് കിട്ടിയിട്ടുള്ള പ്രൈസ്, ഇതൊക്കെ അഗ്രികൾച്ചർ ഇൻകം ആണ്. ഇതിൽ ഏതാണ് അഗ്രികൾച്ചർ ഇൻകം എന്ന് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി ഓൺ അക്കൗണ്ട് ഓഫ് ദി ലോസ് ഓഫ് ക്രോപ്പ് ഡ്യൂ ടു ഫ്ലഡ്. ദ നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ദ റെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ്. അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം ഏത് തരത്തിലുള്ള ഇൻകം ആണ്? ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ് കേട്ടോ. The next is salary received by an agricultural farms manager. Agricultural farms managerന് ലഭിച്ചിട്ടുള്ള സാലറി ഏത് തരത്തിലുള്ള ഇൻകം ആണ്? ഹിയർ ഓപ്ഷൻ ബി, സാലറി ഇൻകം. സാലറി ഒക്കെ സാലറിയിലാണ്, ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലാണ് വരിക കേട്ടോ. The next, which of the following is agriculture income? താഴെ പറയുന്നവയിൽ ഏതാണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് നോക്കുന്നത്? ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ, റെന്റ് റിസീവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ land. Okay. Next one, in case of a woman assessee, her agricultural income of rupees 20,000 shall be included in her total income when it is more than the following limit. താഴെ പറയുന്നവയിൽ ഏത് ലിമിറ്റിന്റെ മുകളിൽ പോകുമ്പോഴാണ് ആ വുമൺ അസസിയുടെ അഗ്രികൾച്ചർ ഇൻകം അഥവാ 20,000 ആഡ് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്? ഓപ്ഷൻ സി, 2,50,000 ആണ് വരിക. Then percentage of income from growing and manufacturing tea in India is considered as agriculture income. Income from growing and manufacturing tea വരുന്നത് അഗ്രികൾച്ചർ ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ആണ്, 60% ആണ്. 40% ബിസിനസ് ഇൻകം ആയിട്ടാണ് വരിക. Then for the computation of tax, agricultural income is included in total income if അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഗ്രികൾച്ചർ ഇൻകം എക്സീഡ്സ് ₹5,000 ആൻഡ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ദ എക്സംഷൻ ലിമിറ്റ്. ടോട്ടൽ ഇൻകം എക്സംഷൻ ലിമിറ്റിന് മുകളിൽ പോകുമ്പോഴും അതേപോലെ അഗ്രികൾച്ചർ ഇൻകം 5,000 കൂടുമ്പോഴാണ് നമ്മൾ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. Then next one, for the computation of tax, agriculture income is included in the total income of ആരുടെ ഇൻകത്തിലാണ് കൂട്ടുക? ഓപ്ഷൻ എ,
individual. Next one, percentage of income from the sale of coffee ground and curd in India is considered as agricultural income. Sale of coffee ground എന്ന് കിട്ടുന്ന income എത്ര percentage ആണ് agriculture income ആയിട്ട് പരിഗണിക്കുന്നത്? The answer is option D, 75%. ബാക്കി 25% business income ആയിട്ടാണ് പരിഗണിക്കുക. The next, percentage of income from the sale of coffee ground, curd, roasted and grounded is considered as business income. എത്ര percentage ആണ് business income ആയിട്ട് പരിഗണിക്കുന്നത്? 40% ആണ്, 60% business income ആയിട്ടാണ് പരിഗണിക്കുന്നത്. The next one, income from land but not agricultural income. Land നിന്ന് കിട്ടുന്ന income ആണ്, പക്ഷേ agriculture income അല്ല. Option D, all of these. അപ്പോൾ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്, ബട്ട് നോട്ട് അഗ്രികൾച്ചർ ഇൻകം. ഇതൊന്നും അഗ്രികൾച്ചർ ഇൻകം അല്ല. ഇതിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അഗ്രികൾച്ചർ ഇൻകം അല്ല. The next, percentage of income from the sale of rubber is grown and manufactured latex in India is considered as agricultural income. എത്ര percentage of income ആണ് സെയിൽ ഓഫ് റബ്ബറിന്ന് കിട്ടുന്ന ഇൻകത്തിന്? സെയിൽ ഓഫ് റബ്ബറിന്ന് കിട്ടുന്ന സെയിൽ ഓഫ് റബ്ബർ ഈസ് ഗ്രോൺ ആൻഡ് മാനുഫാക്ചർഡ് ലാറ്റക്സ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എത്ര percentage ആണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് വരുന്നത്? The answer is option D, 65% ആണ് വരിക. പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ആണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളത്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ്. ഇൻകം ഫ്രം ഗ്രോവിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ, അതിൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 40%, ദെൻ അഗ്രികൾച്ചർ ഇൻകം 60% ആണ്. Then income from growing and manufacturing of rubber, centrifuged latex, അതിൽ 35% business income, agriculture income 65% ആണ്. Then growing and manufacturing of coffee, അതിൽ രണ്ടെണ്ണം ഉണ്ട്. Income derived from the sale of coffee ground and curd by the seller, 25% business income, agriculture income 75% ആണ് വരിക. Then income derived from the sale of coffee ground, curd, roasted and grounded by the seller, അതിൽ business income 40%, agriculture income 60% ആണ് വരിക. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തു നിന്ന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവഴി അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.